വെൽക്കം ബാക്ക് ടു ബീനാസ് ട്രെയിനിങ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര രേഖകൾ എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മൾ 44 വരെയുള്ള പേജിലെ എല്ലാ കണക്കുകളും ചെയ്തതാണ്. 45ാമത്തെ പേജിനകത്തിൽ ഒരു കണക്ക് ടെസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതേ മോഡലിലെ കണക്ക് നമ്മൾ ചെയ്തതാണ്, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ്. അതായത് പെരിമീറ്റർ 10 സെൻറ്റിമീറ്റർ ട്രയാങ്കിൾ ആണ് കുഞ്ഞുങ്ങളെ. ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇതിൻ്റെ പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുറ്റുമുള്ള അളവാണ് അല്ലേ, ചുറ്റും വട്ടമുള്ള അളവ്, അതാണ് പെരിമീറ്റർ അല്ലേ, ചുറ്റളവ്. എത്ര തന്നിട്ടുണ്ട്? 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 2:3:4 അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 10 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. റേഷ്യോ ഓൾറെഡി തന്നിട്ടുണ്ട് 2:3:4 എന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ചരിച്ച് 2:3:4 എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ കുറേ പഠിച്ചതാണ് അല്ലേ, ഓർമ്മയുണ്ടല്ലോ. വരച്ചിട്ട് ലൈൻ ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ മിഡിൽ പോയിന്റിൽ ഇത് രണ്ടിലും വെച്ചിട്ട് ഒരു ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. കണ്ടോ, മനസ്സിലായല്ലോ. ഇതെല്ലാം കണക്ക് നമ്മൾ കുറേ ചെയ്തതാണ്. ഇനി നമുക്ക് പുതിയ കണക്കിലോട്ട്, അതായത് എക്സർസൈസിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കൂ നിങ്ങളെ. പേജ് നമ്പർ 46 ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ചോദ്യം. മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് ഇതാണെന്ന് വെച്ചാൽ എഴുതിയെടുത്തോ കേട്ടോ. ഡ്രോ എ റെക്റ്റാങ്കിൾ. കേട്ടോണേ, എന്താണെന്ന് നോക്കിക്കോളാം ചോദ്യം. മറ്റേത് ട്രയാങ്കിളാണ് ഇപ്പം നമ്മൾ പറഞ്ഞു. ഇതെന്താ? റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആൻഡ് സൈഡ് ഇൻ ദ റേഷ്യോ 3:4. അതായത് ചുറ്റളവ് 15 സെൻറ്റിമീറ്റർ, വീതിയും നീളവും 3:4 എന്ന അംശബന്ധത്തിലുമായ ഒരു ചതുരം നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ നിങ്ങളെ? റെക്റ്റാങ്കിൾ അല്ലേ. ഈ റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? നമുക്കറിയാം അല്ലേ, ചതുരം. അതായത് കണ്ടേ, റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത നമുക്കറിയാവുന്നതാണ് അല്ലേ. എങ്ങനെയാ? ഇതാ റെക്റ്റാങ്കിൾ അല്ലേ. ഇതിൻ്റെ പ്രത്യേകത ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 90 ആണ്, ഇവിടെ 90 ആണ്, ഇവിടെ 90 ആണ്. ഇവിടെ എന്താണോ അതായിരിക്കും ഇവിടെ, ഇവിടെ എന്താണോ അതായിരിക്കും ഇവിടെ. ഇതിനെ നമ്മൾ നീളം എന്ന് അല്ലേ, ഇതിനെ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്നും പറയുന്നു. ഇതല്ലേ ചതുരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്താ? ചുറ്റളവ് 15 സെൻറ്റിമീറ്റർ ഓൾറെഡി നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. ചുറ്റളവ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, റേഷ്യോയും തന്നിട്ടുണ്ട്. അതായത് നീളവും വീതിയും 3:4 എന്ന റേഷ്യോയിൽ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യും? എങ്ങനെ ആവുന്നില്ലേ? അതായത് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ അല്ലേ. അതായത് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ, അതായത് ചതുരത്തിൻ്റെ ചുറ്റളവ് നമുക്കറിയാം. ഇത് കാണുന്ന ലൊക്കേഷൻ 2:L+B ആണ് അല്ലേ. 2:L+B ആണെന്ന് നമുക്കറിയാം. ഇത് നിങ്ങൾ ബ്രാക്കറ്റിലിട്ടോ കേട്ടോ. 2:L+B ആണെന്ന് നമുക്കറിയാം. മനസ്സിലാക്കി തന്നെ പഠിക്കണമെന്നില്ല കേട്ടോ. അപ്പം നമുക്കിത് ഓൾറെഡി തന്നു. ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര ആണെന്ന് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നു. എത്രയാണ് തന്നത്? 15 സെൻറ്റിമീറ്റർ. അതായത് 2:L+B എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 15 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യനിൽ ഇത് തന്നിട്ടില്ലയോ? ചതുരത്തിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടോ നിങ്ങളെ? 15 സെൻറ്റിമീറ്റർ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ L+B എന്ന് പറയുന്നത് ഈ 15, ഈ 2 ഇപ്പുറത്ത് വരും കേട്ടോ. അപ്പോൾ /2 എന്നാകും. L+B എന്ന് പറയുന്നത് ഈ ലെങ്തും ബ്രെഡ്ത്തും എന്ന് പറയുന്നത് ഈക്വൽ കഴിഞ്ഞിട്ട് ഏതാ വന്നത്? 15. പിന്നെ ഇവിടെ ഈ 2നെ പൊക്കിയെടുത്ത് ഇങ്ങി വരുമ്പം ഡിവിഷനായിട്ട് മാറും /2. 15ൻ്റെ പകുതി, അതായത് 15/2 എന്ന് വെച്ചാൽ എത്ര? 7.2 ആണ്. അപ്പോൾ 7.2 സെൻറ്റിമീറ്ററിൽ ഒരു ഇത് വരയ്ക്കുക. ബേസ്, അതായത് നീളം കേട്ടോ. നമ്മൾ വരയ്ക്കാൻ പോകുന്നതിൻ്റെയാണ് 7.2 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വര വരയ്ക്കുക. ഫസ്റ്റിൽ നമ്മളോട് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ സ്കെയിൽ എടുക്കുക. കാണാൻ പറ്റുന്നുണ്ടല്ലോ. 7.2, അതായത് 5, 6, 7, 7.52 അല്ലേ. 5, 6, 7, 7.2 എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും കേട്ടോ. 7.2 ആണ്. ഇതവിടെ മാഞ്ഞ് കിടക്കുമോ നിങ്ങളെ, അതുകൊണ്ടാണ് കേട്ടോ. 7.2 എത്ര? ഇത് 7.2 സെൻറ്റിമീറ്റർ നമ്മൾ ബേസ് വരച്ചു. കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയണേ, കാരണം ഓൾറെഡി നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്, അതിന് സംശയമൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ ഒരെണ്ണം വരച്ചു. ഇനി നമുക്ക് റേഷ്യോ, നമ്മൾ റേഷ്യോ തരുമ്പോൾ ചെയ്തിട്ടുള്ളത് റേഷ്യോയെ എഴുതുക. എത്ര? 3:4 എന്ന റേഷ്യോയിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 3:4. അപ്പോൾ എങ്ങോട്ടായാലും മതി, നമ്മളതിന് കറക്റ്റായതിന് മെഷർ വേണ്ട, എങ്ങോട്ട് വെച്ചാലും മതി.
നമ്മൾ ആദ്യമേ 0-ൽ വെച്ചിട്ട് 3 അതായത് 7 അല്ലേ, 4 3 7 5 6 7 അതുകൊണ്ട് ഇവിടെ വരെ വരണം. 4 3 ഇവിടെ എത്ര 3യും ഇവിടെ 4ഉം 3:4 എന്നാണ് നമ്മുടെ റേഷ്യോ എന്നേക്കുന്നത്. അപ്പം 4 3 7 സെൻറ്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യുക, ഒരു വര വരയ്ക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിക്കുക. എവിടെയാണോ വന്ന് നിൽക്കുന്നത് അതിനെ യോജിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ എന്ത് ചെയ്യുക, ഇവിടുത്തെ അല്ലേ എങ്ങനെയാണ് അത് എടുക്കുന്നത്, കോമ്പസ് എടുത്തിട്ട് അല്ലേ ഇവിടെ നമ്മൾ എത്രയാണോ കിട്ടിയത്, ഇത് നമ്മൾ കുറേ ചെയ്ത് അറിയാമല്ലോ, ഇവിടെ എത്രയാണോ കിട്ടിയത് കണ്ടോ, അത് വെച്ച് തന്നെ കോമ്പസ് പിന്നെ അനക്കരുത്, അത് വെച്ചിട്ട് ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് കൊടുക്കുക. കണ്ടോ, ഇങ്ങോട്ട് ഒരു ആർക്ക് കൊടുക്കുക. കോമ്പസ് അനക്കരുത് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക. അതായത് ഇവിടുന്ന് ഇവിടെ വരെ എത്രയാണെന്ന് നോക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് അതെന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. കണ്ടോ, അത് കൂട്ടിമുട്ടാഞ്ഞ എന്താണ്, നമ്മൾ ഇവിടുത്തെ അതായത് ഇവിടുന്ന് ഇവിടെ വരെ കണ്ടോ എടുത്തത്, ഇവിടെ നിന്ന് ഒരാർക്ക് കണ്ടോ, നീങ്ങുമ്പം മെഷർ മാറുന്നുണ്ടോ. കണ്ടോ, രണ്ടും കൂടെ വന്ന് കൂട്ടിമുട്ടിയെടുത്തോട്ട് എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. കണ്ടോ, രണ്ടും കൂടെ വന്ന് കൂട്ടി യോജിപ്പിച്ചത് കണ്ടോ. അപ്പം ഇത് 3:2 ഇത് 4:2. ഇത് എത്രയായിരുന്നു, 3 ആണ്, ഇത് 4 ആണ്. അപ്പം ഇതിൻ്റെ റേഷ്യോ കിട്ടി കണ്ടല്ലോ. ഇനി നമ്മളോട് പറഞ്ഞ എന്താ, ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കണം, നീളവും അതായത് അതിപ്പോൾ നമ്മൾ നമ്മളോട് പറഞ്ഞ കാര്യം ചെയ്തു. ഇനി നമ്മൾ ഇതിനകത്തിൽ റെക്റ്റാങ്കിൾ അതായത് ചതുരം വരയ്ക്കണം. ചതുരം വരയ്ക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ, ഇത് 3 പറയുന്നത് ഫസ്റ്റ് ഏതായിരുന്നു, എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്, ഫസ്റ്റ് പറഞ്ഞ എന്താണ്, വീതിയാണ് 3. നോക്കിയേ, വീതിയും നീളവും അല്ലേ, വീതിയും നീളവുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വീതി എന്ന് പറഞ്ഞത് 3യും നീളം എന്ന് പറയുന്നത് 4ഉമാണ് അല്ലേ. അപ്പം ഇത് വീതിയാണ് കേട്ടോ, ഇത് വീതി, ഇത് നീളം. അപ്പം ലെങ്ത് ആണിത് കേട്ടോ, ലെങ്ത് നമുക്ക് കിട്ടി. നമ്മൾ ചതുരം വരയ്ക്കാൻ പോവുക കേട്ടോ, അതിൻ്റെ ലെങ്ത് ആണിത്. ഞാൻ ഒന്നുകൂടെ തെളിയിച്ച് കാണിക്കാം. ഇവിടുന്ന് ഇവിടെ വരെ ലെങ്ത് കിട്ടി, മനസ്സിലാക്കണേ. 3:4 എന്നല്ലേ. അപ്പോൾ ഇത് വീതിയും ഇത് നീളവുമാണ്. അപ്പോൾ നീളം കിട്ടി. നമ്മൾ ചതുരം വരയ്ക്കാൻ പോകും. ഈ ചതുരം വരയ്ക്കുന്നതിൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ 4 വശം എന്താവും നിങ്ങൾ 90 ഡിഗ്രിയാണ്. അതറിയണേ, അതിൻ്റെ 4 വശം എന്താണ് 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് കേട്ടോ 90 ഡിഗ്രി, അതായത് അതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇവിടെ ഒരു 90, അതുപോലെ തന്നെ ഇപ്പുറത്തും വെച്ചിട്ട് നേരെ വെച്ചിട്ട്, കാരണം നമുക്കെന്താ നീളവും വീതിയും കിട്ടണ്ടേ. കണ്ടേ, ഇങ്ങനെ വരണം കണ്ടോ. എന്നിട്ട് പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് ഒരു ഡോട്ട് കൊടുക്കുക. ലൈറ്റ് കൊടുത്താൽ മതി കേട്ടോ, കാരണം എന്താണെന്നറിയാം, ഇതിൻ്റെ കറക്റ്റ് മെഷർ നമുക്കിനി എടുക്കണം. അതുകൊണ്ട് ലൈറ്റായിട്ട് ഒരെണ്ണം കൊടുത്തു കണ്ടോ. ഇതെന്ന് വെച്ചാൽ നീളമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. നീളം രണ്ടും ഒരേപോലെയാണ്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞായിരുന്നു ഒരു റെക്റ്റാങ്കിളിൻ്റെ ഇല്ലേ. ഇനി നമുക്ക് വീതി എന്ന് പറഞ്ഞ ഇതല്ലേ നിങ്ങളെ, വീതി എത്ര ഇതാ വരുന്നത് അല്ലേ. അപ്പോൾ അതെത്രയാണെന്ന് നോക്കുക. ഇത് വീതി എന്ന് പറയുന്നത് ഇത്രയാണ് കണ്ടോ, വീതി ഇത്രയാണ്. അപ്പോൾ അത് നമ്മൾ കോമ്പസിൽ ഇവിടെ കുത്തിയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ആർക്ക് എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് കൊടുക്കുക. ഓക്കെ ആണല്ലോ, ആ 2 എണ്ണം ഓക്കെ ആണല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ആർക്ക് എവിടെ വന്നതെന്ന് കണ്ടോ. ഇനി അതിനെ തങ്ങളിൽ എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക. മനസ്സിലാവുന്നുണ്ടോ, അതായത് ഇവിടെ എന്ന് പറയുന്നത് അപ്പോൾ എത്ര വന്നു, 4 സെൻറ്റിമീറ്റർ അല്ലേ. ഇവിടെ 4 ആയപ്പോൾ ഇവിടെ 4 അല്ലേ. ഇവിടെ നമ്മൾ എത്ര എടുത്തത്, 3 എന്ന് വെച്ചാൽ ഇവിടെ എത്രയാണോ അതാണ് ഇവിടെ വന്നത് അല്ലേ. ഞാൻ പേന വെച്ച് തെളിയിച്ച് കാണിച്ച കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര വന്നു, 3. ഇവിടെ എത്ര, 3. ഈ 3 എന്ന് പറഞ്ഞത് ഇവിടുന്ന് ഇവിടെ വരെ എത്രയാണോ അതായിരിക്കും ഇവിടെ. ഇത് ഓൾറെഡി നമുക്ക് ലെങ്ത് നമുക്ക് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതൊന്ന് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് നിങ്ങൾ ഓർത്തോണം, ഇവിടെ എല്ലാം എന്താ 90 ഡിഗ്രിയാണ്. നമ്മളതൊക്കെ പഠിച്ചതാണ്. നിങ്ങൾ എന്ത് വിചാരിച്ച് കട്ടയൊന്നും കൊടുക്കണ്ട, ഇത്രയും വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ ആണല്ലോ, നമുക്ക് അടുത്ത വരയ്ക്കാം.
അപ്പോൾ നോക്കൂ ഞങ്ങൾ നമ്മുടെ അടുത്ത ചോദ്യം, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ഈച്ച് ഓഫ് ദ ടൈപ്പ് ബിലോ ഓഫ് പെരിമീറ്റർ 13 സെൻറ്റിമീറ്റർ. നോക്കണേ, ഡ്രോ എ ട്രയാങ്കിൾ. ചോദ്യം നമ്മൾ മുമ്പ് ചെയ്ത ഏതാ? റെക്റ്റാങ്കിൾ ആണ്. ചാടി കയറി അങ്ങ് ചെയ്യല്ലേ നിങ്ങൾ, ചോദ്യം കേട്ടിട്ടേ. ഡ്രോ എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. മുമ്പ് നമ്മൾ പഠിച്ച രീതി തന്നെ വെച്ചാൽ അത് പെരിമീറ്ററിൻ്റെ എന്തോ വന്നിട്ടുണ്ട്, പിന്നെ പെരിമീറ്ററിൻ്റെ ഇത് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇക്വലേറ്ററിൽ നോക്കണേ, ഇക്വലേറ്ററിൽ വെച്ചാൽ എന്താ? തുല്യ ത്രികോണം അല്ലേ, 3 വശവും ഒരുപോലെ ഇരിക്കുന്ന ത്രികോണം. സൈഡ് ഇൻ ദ റേഷ്യോ 3:4:5. സൈഡ് ഇൻ ദ റേഷ്യോ വന്നിട്ടുണ്ട് 3:4:5. പിന്നെ ഐസോസെലസ് വിത്ത് ലാറ്ററൽ സൈഡ് 1.5 ടൈം ദ ബേസ് എന്ന്. കണ്ടോ, ഇതാണ് നമ്മുടെ ചോദ്യം. മലയാളം മീഡിയക്കാരും എഴുതി എടുത്തോണേ നിങ്ങൾ കേട്ടോ. മനസ്സിലായോ ഇതെന്തുവാന്ന്? അപ്പോൾ നമ്മളോട് ആദ്യം പറഞ്ഞത് നമുക്ക് ചെയ്യാം. നമുക്കിത് ചെയ്യാൻ അറിയാമല്ലോ, ഡ്രോ. ഇത് ഫസ്റ്റ് ഇത് ചെയ്തിട്ട് 1, 2, 3 എന്നുള്ളത് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഇതായി പോവും. നോക്കൂ നിങ്ങൾ, ഡ്രോ എ ട്രയാങ്കിൾ, പെരിമീറ്റർ 13. നോക്കാം, ഇനി ക്വസ്റ്റ്യൻ എഴുതണ്ടല്ലോ. ക്വസ്റ്റ്യൻ കണ്ടല്ലോ നിങ്ങൾ, ഇതാണ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തതാണ് കേട്ടോ. പേജ് നമ്പർ 46 രണ്ടാമത്തെ ചോദ്യം കേട്ടോ. അപ്പോൾ അതെങ്ങനെ വരയ്ക്കുമെന്നാ നമുക്ക് എഴുതാം. നമ്മളോട് പറഞ്ഞത് പെരിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. പെരിമീറ്റർ ആൻസർ അങ്ങ് കാണിക്കാം. പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ, ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 13 സെൻറ്റിമീറ്റർ നമുക്ക് ചുറ്റളവ് തന്നിട്ടുണ്ട് ഉണ്ടല്ലോ. ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുമെന്നാ? 13 പെരിമീറ്റർ തന്നിരിക്കുന്നത്. അപ്പം ട്രയാങ്കിളാണ് അല്ലേ, ഇതൊരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമ്മളിപ്പം പറയുക ഈക്വലേറ്ററിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കിതിനെ ഓരോന്നിനെ എടുക്കാം. 13 വരണ്ടായി, പെരിമീറ്റർ 13 വരണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ 1, 1, 1 എന്ന് കൊടുക്കുക. 1, 1, 1, അപ്പം 3 ആവുന്നുള്ളൂ. മനസ്സിലാക്കണേ നിങ്ങളെ. അടുത്തത് 2, 2, 2 എന്ന് പറയുക. അപ്പോൾ 2, 4, 6 ആവുന്നുള്ളൂ. അടുത്ത 3, കാരണം ഒരുപോലെ കൊടുക്കണം അല്ലേ, ഇക്വലേറ്റർ ട്രയാങ്കിൾ അല്ലേ, തുല്യ ത്രികോണം. അപ്പം 3, 3, 3 ത്രികോണം ആയതുകൊണ്ടാണ് 3 കേട്ടോ. മനസ്സിലാക്കണേ നിങ്ങൾ. ഈ ഓരോ വശവും 1, 2, 3 വശമല്ലേ തുല്യമായിട്ട് കൊടുക്കുമ്പോൾ ആദ്യം 1, 1, 1 എന്ന് കൊടുത്താൽ നമുക്ക് എത്ര വരത്തുള്ളൂ? 3 വരത്തുള്ളൂ. നമുക്ക് 13 സെൻറ്റിമീറ്ററാണ് തന്നെ. അടുത്ത 2, 2, 2, അപ്പോൾ എത്ര? 2, 4, 6, 2, 4, 6 വന്നു. 6. അടുത്ത 3, 3, 3, 3, 3, 6, 3, 9 വന്നു. എന്നാൽ 4, 4, 4, 4, 4, 8, 4, 12 വന്നു. നോക്കണേ, 4, 4, 4 വന്നാൽ എത്ര? 12 വന്നു. എന്നാൽ 5, 5, 5 ആണെങ്കിൽ എത്ര വരും? 5, 5 ആകുമ്പോൾ 15 വരും. അപ്പോൾ അത് വരുമോ? ഇല്ല. അപ്പോൾ എത്രയായിരിക്കും വരുന്നതെന്നൊന്ന് നോക്കിക്കേ. എത്രയാ? ഇതല്ലേ വരത്തുള്ളൂ. 13 ആകി ഒന്നീ 13 വരണം, അല്ലെ അതിന് താഴെ ഉള്ളത് വരണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 12. അപ്പം ബേസ് നമുക്കറിയാം. എത്ര തന്നിരിക്കുന്ന പെരിമീറ്റർ ഏതാന്ന് വെച്ചാൽ അത് വരയ്ക്കണമെന്ന് നമുക്കറിയാം. എത്രയാ? 13 സെൻറ്റിമീറ്റർ. മനസ്സിലാക്കി തന്നെ വേണേ കുഞ്ഞുങ്ങളെ കേട്ടോ. 13 സെൻറ്റിമീറ്റർ നമ്മൾ ബേസ് കൊടുക്കുക. കാണാൻ പറ്റുന്നുണ്ടല്ലോ, 13. അതായത് 0 വെച്ചിട്ട് 13 പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ, 13 സെൻറ്റിമീറ്റർ. ഇനി എത്രയ്ക്കാ റേഷ്യോ? നമ്മൾ എടുത്ത റേഷ്യോ എത്രയ്ക്കാ? 4:4:4. എങ്ങനെയാ വന്നതെന്ന് ഓർത്ത് വെച്ചോണേ കേട്ടോ. ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാവേ എന്തുകൊണ്ടാണ് ഈ 4:4 വന്നതെന്ന്. ഒരു ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിളാണ്, തുല്യമായിട്ട് ഈക്വലേറ്ററിലാണെന്ന് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുല്യമായിട്ട് ഇപ്പോൾ 1, 1, 1, അപ്പോൾ 3 വരുന്നുള്ളൂ. 2, 2, 2 അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ 4, 4, 4 3 എടുത്ത് വരുമ്പോൾ 12 വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 4, 4, 4 എന്ന് കേട്ടോ എടുക്കുന്നത്. അപ്പം നമ്മളത് ഇങ്ങോട്ട് വെച്ചിട്ട് 12. അപ്പം ഫസ്റ്റിൽ 4, 8, 12. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ജോയിൻ ചെയ്യുക. നമുക്ക് അതൊക്കെ കുറേ പഠിച്ചതാണ് അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. ഇനി ചാടിക്കയറി സ്കെയിൽ വെച്ച് ചെയ്യല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എങ്ങനെയാ. അതായത് അത് ഇവിടുന്ന് എന്ത് ചെയ്യുക? ഇങ്ങനെ എടുക്കുക കേട്ടോ, ഇങ്ങനെ എടുക്കുക. കോമ്പസ് കണ്ടോണേ, കണ്ടോ? എടുക്കുക. എന്നിട്ട് അത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരാർക്ക് കൊടുക്കുക. ഇതിവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരാർക്ക് കൊടുക്കുക. കണ്ടോ? മനസ്സിലായോ? ഇനി എന്തുവാ നമ്മുടെ ജോലി? ഇവിടെ തൊട്ടിട്ട് ഇങ്ങോട്ട് കണ്ടോ, ഇവിടെ വെച്ച് കുത്തുക. എന്നിട്ട് ഇവിടെ ഫസ്റ്റ് ഇവിടെ എൻഡിൽ വെച്ചിട്ട് ഫസ്റ്റ് ആർക്ക് കൊടുക്കുക. പിന്നെ അതിൽ വെച്ചിട്ട്
അടുത്ത ആർക്ക് കൊടുക്കുക, അങ്ങനെ പോവും. എന്നിട്ട് ഇതിനെ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക, സെക്കൻഡ് ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ജോലി കഴിഞ്ഞു. നമ്മളോട് എന്താ പറഞ്ഞത്? ഇനി ട്രയാങ്കിൾ വരയ്ക്കണം അല്ലേ? ട്രയാങ്കിളിൻ്റെ നമുക്ക് നോക്കിയാൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരു വശത്ത് വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. നമ്മളെപ്പോഴും മിഡിൽ ഇവിടെ നടുക്ക് വെച്ചാൽ അല്ലേ? അപ്പോൾ അതിൻ്റെ നോക്കാം. ഇവിടുന്ന് ഇവിടെ വരെയുള്ള എത്രയാണെന്ന് നോക്കണേ. കണ്ടോ, ഇത് ഇത്രയും. മനസ്സിലായോ? ഇത് തന്നെയാണോ ഇവിടെ? നോക്കിക്കേ. ആണല്ലേ ഇവിടുന്ന്. കാരണം എന്താണെന്നറിയോ, ഇവിടെ നമ്മൾ എത്ര എടുത്ത 4, ഇവിടെ എത്ര എടുത്ത 4, ഇവിടെ എത്ര എടുത്ത 4. അപ്പോൾ ഇവിടെ അത് തന്നെയല്ലേ 4 4 4. മനസ്സിലായോ എങ്ങനെയാണ് വന്നതെന്ന്? 4. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഇത്രയും എടുത്തത് ഇവിടെ വെച്ചിട്ട് നോക്കണേ നിങ്ങളെ, ഇങ്ങോട്ട് ഈ ആർക്ക് ഒരുപാട് വരുമ്പോൾ തെറ്റിപ്പോകല്ലേ, ഇങ്ങോട്ട് വരയ്ക്കുക. കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങോട്ട്. എന്നിട്ട് തൊട്ടിപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങോട്ടും ഒരു ആർക്ക് കൊടുക്കുക. ഒരുപാട് ആർക്ക് അവിടെ കിടപ്പുണ്ട്, നേരത്തെയും കിടപ്പുണ്ട്, അതുകൊണ്ട് തിരിഞ്ഞു പോവല്ലേ. എന്നിട്ട് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്. അതുകൊണ്ട് ഇവിടെ വരും ട്രയാങ്കിൾ. കണ്ടോ, ട്രയാങ്കിൾ. ഈ ആർക്ക് വരുന്നത് നിങ്ങൾ മായ്ക്കേണ്ട കാര്യമില്ല, കാരണം നമുക്കത് ചെയ്യാനുള്ളതാണ്. പക്ഷേ നമ്മളൊരു ട്രയാങ്കിളാണ് വരയ്ക്കാൻ ഫസ്റ്റ് പറഞ്ഞത്. ആ ട്രയാങ്കിൾ നമ്മൾ വരച്ചു. ഇനി ഇതിനകത്ത് കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. നമുക്കതൊക്കെ എന്താണെന്ന് നോക്കാം. നോക്കണേ നിങ്ങളെ, നമ്മൾ ആ വരച്ചത്. അപ്പോൾ ഇവിടെ എന്താണ്? ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ് ഇവിടെ വന്നത്. എന്തുകൊണ്ടാണ് ഈ ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണെന്ന് പറയാൻ കാര്യം? ഇവിടെ നമ്മൾ എത്ര എടുത്തത്? 4 അല്ലേ എടുത്തത്? ഇവിടുന്ന് ഇവിടെ വരെ എത്രയാണ്? 4 ആണ് അല്ലേ? ഇവിടുന്ന് ഇവിടെ വരെയും 4 ആണ്. അത് വെച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വരച്ചത് അല്ലേ? അളന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം 3 വശവും ഒരുപോലെ ആയതുകൊണ്ട് അതിനെ ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നു അല്ലേ? തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചെയ്തു. മനസ്സിലാക്കി തന്നെ പോണേ നിങ്ങളെ. ഇതിൻ്റെ ഒന്നാമത്തെ ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണെന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ തുല്യ ത്രികോണമാണ്. ശരിയാ അല്ലേ? കാരണം എന്താ, ഇതിൻ്റെ നമ്മൾ നോക്കിയാൽ 4 4 4 വെച്ചാണ് എടുത്തത്. അപ്പോൾ ഇങ്ങോട്ടുള്ള ട്രയാങ്കിൾ 4 ഡിഗ്രി വെച്ച് ആർക്ക് വെച്ചാണ് നമ്മൾ വരച്ചത്. ഇനി രണ്ടാമത് അവർ ചോദിച്ചത് എന്താണെന്ന് പറയുക, സൈഡ് ഇൻ ദ റേഷ്യോ 3:4:5. നോക്കിക്കേ, സൈഡ് ഇൻ ദ റേഷ്യോ എത്രയ്ക്കാണ് നിങ്ങളെ? 3:4:5 എന്നുള്ള റേഷ്യോയിൽ എന്താ ഒരു ത്രികോണം വേണം. അതായത് നമ്മളിപ്പോൾ ഒരു ത്രികോണം വരയ്ക്കുകയാണെങ്കിൽ മനസ്സിലായോ, ഈ വശം 3, ഈ വശം 4, ഈ വശം 5 എന്ന റേഷ്യോയിലോട്ട് മതി. ഇനി അത് തിരിച്ചായാലും മതി. 3 രീതിയിലാണ്. 3:4:5. മനസ്സിലായോ? 3 രീതിയിൽ വരുന്ന ഇതിനൊരു പേരുണ്ട്, അറിയാം. 3 വശവും ഒരുപോലെയാണെങ്കിൽ അതിനെ ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയും. 2 വശം ഒരുപോലെയാണെങ്കിൽ അതിനെ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയും കേട്ടോ. ഇനിയും എന്താ 3 രീതിയിലാണെങ്കിൽ അതിനെ എന്ത് പറയും? സ്കെയിലൻ ട്രയാങ്കിൾ എന്ന് പറയും കേട്ടോ. സ്കെയിലൻ ട്രയാങ്കിൾ കേട്ടോ. അതായത് 3 ഒരേപോലെ, ഇതിപ്പോൾ നമ്മൾ 3 ഒരേപോലെ ആണെങ്കിൽ അതിനെ ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയും. ഇനി ഏതെങ്കിലും 2 വശം, ഇവിടെ 2 മാത്രം ഒരുപോലെയാണ്, ഇവിടെ വേറെ ആണെങ്കിൽ അതിനെ ഐസോസെലസ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി 3 രീതിയിലാണെങ്കിൽ അതിനെ സ്കെയിലൻ ട്രയാങ്കിൾ എന്നാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കണം, നിങ്ങൾക്ക് ഇതിനകത്തിലില്ല എന്നാലും ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ച് കാണിക്കണം. എങ്ങനെ വരച്ച് കാണിക്കും? നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മളെടുത്ത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 13 ഡിഗ്രി നമ്മളൊരു ബേസ് വരയ്ക്കുക. എത്ര? 13. കാരണം നമ്മളെടുത്ത പെരിമീറ്റർ 13 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ 0 to 13 ഡിഗ്രിയുള്ള ഒരു ബേസ് നമ്മൾ വരച്ചു കൊടുത്തു. ഇനി റേഷ്യോ തന്നിരിക്കുന്നത് എത്ര? 3:4:5 ആണ് റേഷ്യോ തന്നിരിക്കുന്നത് അല്ലേ? അപ്പം ഇവിടുന്ന് 3:4:5 ആണ്. അപ്പം മൊത്തം എത്ര വരണം? 4 3 7 അല്ലേ? 5 4 9 12 അല്ലേ? 12 സെൻറ്റിമീറ്റർ ഇല്ലേ? 5 4 9 10 12. ഓക്കെ, 12 സെൻറ്റിമീറ്റർ. ഈ 12 വന്നത് എങ്ങനെ? ഈ റേഷ്യോയില എന്ന് വെച്ചാൽ 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ അങ്ങനെ ടോട്ടൽ. ഇവിടെ 13 സെൻറ്റിമീറ്റർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 12 സെൻറ്റിമീറ്ററിൽ നമുക്കൊരു ഇത് വരയ്ക്കാം. 12 വന്നത് എങ്ങനെയാണെന്ന് അറിയണേ? നമ്മുടെ റേഷ്യോ എല്ലാം കൂടെ കൂട്ടിയാണ്. ഫസ്റ്റ് എത്ര പറഞ്ഞത്? 3 സെൻറ്റിമീറ്റർ കേട്ടോ. പിന്നെ 4 സെൻറ്റിമീറ്റർ, പിന്നെ എത്ര? 5 സെൻറ്റിമീറ്റർ അല്ലേ? മൊത്തം 12. 1 2 3 4 5 ഇവിടെ കേട്ടോ. മനസ്സിലായി? ഇനി നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഇതിനെ അങ്ങ് ജോയിൻ ചെയ്യുക. മുമ്പ് ചെയ്ത അതുപോലെ അങ്ങ് ചെയ്താൽ ജോയിൻ ചെയ്യുക. പിന്നെ കോമ്പസ് എടുക്കുക, ഇവിടെ വെക്കുക. അതങ്ങ് കാണാതെ പഠിച്ച് വെച്ചേക്കണം കേട്ടോ. ഏത് കണക്ക് ചോദിച്ചാലും ഇത് തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ തൊട്ട് താഴത്തെ ഇവിടെ
ഒരു ആർക്ക് കൊടുക്കുക, ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ഇവിടെ എടുക്കുക, ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരാർക്ക്, ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരാർക്ക്. ഉണ്ടോ, അതെവിടെ പോയി നോക്കി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇച്ചിരി ഇങ്ങോട്ട് നീക്കണം. ഇനി അതിനെ യോജിപ്പിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക. അപ്പം നമ്മൾ കൊടുത്ത റേഷ്യോ അതിനകത്ത് കാണിച്ചേക്കണമെങ്കിൽ ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ് റേഷ്യോ ആണ്, ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ എന്ന്, അതായത് 3:4:5 എന്ന റേഷ്യോയിലാണ് നമ്മൾ വീതിച്ചത്. അപ്പോൾ ഇവിടെ എത്രയാ 3, ഇവിടെ എത്ര 4, ഇവിടെ എത്ര 5. ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താണ്, സൈഡ് ഇൻ ദ റേഷ്യോ 3:4:5 വരുന്ന ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതി. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് നമ്മൾ പറഞ്ഞ രീതി ഇവിടെ 3:4:5 ആണെങ്കിൽ നോക്കിയാൽ 4 സെൻറ്റിമീറ്റർ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി എത്രയും കൂടെ ഒക്കെ വേണം, 3ഉം 5ഉം വരുന്ന അടുത്ത സൈഡ് 3 വശവും 3 രീതിയിലായിരിക്കണമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ 4 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി എത്രയൊക്കെ എടുക്കണം, 3 എടുക്കണം. 3 ഉണ്ട്, ഇവിടെ 3 എടുത്തിട്ട് ഇതേ കുത്തി ഇങ്ങോട്ടൊരു ആർക്ക്. നിങ്ങൾ ഈ ആർക്ക് അങ്ങ് മായ്ച്ച് കളഞ്ഞത്, ഈ ബാക്കി വരുന്നതെല്ലാം അങ്ങ് മായ്ച്ച് കളയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ ബാക്കി നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കത്തില്ലേ, അതെ ഫസ്റ്റിൽ. പിന്നെ നമുക്ക് എത്ര, അപ്പോൾ ഇവിടെ ഒരു ആർക്ക് കിട്ടി. ഇനി അടുത്ത 5 വേണം. 5 വേണമെങ്കിൽ ദണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട്, കാരണം 3 രീതിയിലായിരിക്കേണ്ടത്, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഇങ്ങനെ. ഓക്കെ, അത് രണ്ടും കൂടെ വന്ന ബിന്ദു ഏതാന്ന്, ഇവിടുന്നാണ്. ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും. മനസ്സിലാക്കണേ, കാരണം നമ്മളോട് പറഞ്ഞ് 3:4:5 എന്ന റേഷ്യോയിൽ വീതിക്കാനാണ്. മനസ്സിലാക്കണേ, അങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ്. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ 4 കിട്ടി. ഇനി അതല്ല നിങ്ങൾ നമ്മൾ ഇവിടെ വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് എത്ര വേണം, ഒരു വശം 4ഉം ഒരു വശം 5ഉം ആക്കണം. മനസ്സിലായി. ഇനി ഇവിടെ ആണെങ്കിലോ ഒരു വശം 3ഉം ഒരു വശം 4ഉം എന്ന് വെച്ചാൽ 3 വശമായിരിക്കണം. ഇവിടെ നമുക്ക് 4 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇല്ലാത്തതായിട്ടുള്ള 3ഉം 5ഉം. മനസ്സിലായോ, 3:4:5 ഇത്രയും വരയ്ക്കാനാണ് രണ്ടാമത്തത് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അടുത്ത നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെയാണ് 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് 13 സെൻറ്റിമീറ്റർ ഉള്ളത് ഒരു ട്രയാങ്കിൾ, അത് നമ്മൾ വരച്ചു. കാരണം എന്താ, ഈക്വലേറ്റർ ആണ് വരയ്ക്കാൻ പറഞ്ഞത്. അതെന്ന് വെച്ചാൽ 3 വശവും ഒരുപോലെ കിട്ടണം, നമ്മളത് വരച്ചു. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3:4:5 എന്ന റേഷ്യോയിലോട്ട് മാറ്റി ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. നമ്മൾ അതും ചെയ്തു. സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എടുത്ത് കാണണമെന്നില്ല. അടുത്ത നമ്മളടുത്ത് ഐസോസെലസ് വിത്ത് ലാറ്ററൽ സൈഡ് 1.5 ടൈംസ് ദ ബേസ് എന്നാണ് ചോദ്യം. കേട്ടോ, എന്താ ഈ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ. മൂന്നാമത്തെ ചോദ്യമാണ് ഏത്, മൂന്നാമത്തെ ചോദ്യമാണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്, ഐസോസെലസ് എന്താണ് ഈ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും രണ്ട് വശം ഒരുപോലെ ഇരിക്കുന്നതിനെയാണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ട്രയാങ്കിൾ 3 വിധമുണ്ട് കുഞ്ഞുങ്ങളെ. ഒന്ന്, ഇപ്പം ഞാൻ പറയാം, ഇവിടെ ഇപ്പം 5, ഇവിടെ 6, ഇവിടെ 7, ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് പറയുവാണെങ്കിൽ അതിനെ നമ്മൾ സ്കെയിലൻ ട്രയാങ്കിൾ എന്ന് പറയും കേട്ടോ, സ്കെയിലൻ ട്രയാങ്കിൾ. ഇനി ഏതെങ്കിലും രണ്ട് വശം ഒരുപോലെ, ഇവിടെ ഇത് ഡിഫറൻ്റ് അല്ലേ, അപ്പം സ്കെയിലൻ. ഏതെങ്കിലും 2 വശം, ഇപ്പം ഞാൻ പറയാം ഇതും 5 സെൻറ്റിമീറ്റർ ആണ്, ഇത് പക്ഷേ 6 സെൻറ്റിമീറ്റർ ആണ്. നോക്കിയേ, ഏതെങ്കിലും 2 വശം ഒരുപോലെ വരുന്നതിനെയാണ് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി 3ഉം ഒരുപോലെ വന്നാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5, ഇവിടെ 5, 3 ഒരുപോലെ വന്നാൽ അതിന് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും കേട്ടോ. ഈ 3 പേരും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പം നമ്മളോട് പറഞ്ഞ എന്താ, ഐസോസെലസ് ട്രയാങ്കിൾ എന്നാണ്. സമപാർശ്വ ത്രികോണം എന്നൊക്കെ പറയും. അപ്പം എന്താ സമപാർശ്വ ത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും 2 വശം ഒരുപോലെ ആയിരിക്കണം, ഒരുപോലെയാണെന്നാണ് ഈ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി അവർ പറഞ്ഞ എന്താണെന്നറിയോ, നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഈ ഇതൊന്നും നിങ്ങൾ വരയ്ക്കേണ്ട, കണക്കങ്ങ് ചെയ്താൽ മതി. പക്ഷേ എങ്ങനെ കിട്ടിയെന്നാണ്, ഇതിൻ്റെ ഈ ബേസ് ഉണ്ടല്ലോ നിങ്ങൾ, ഈ ട്രയാങ്കിളിൻ്റെ ഈ ബേസ്, ഇതിൻ്റെ എത്രയാണെന്ന് പറഞ്ഞത്, ഐസോസെലസ് വിത്ത് ലാറ്ററൽ സൈഡ് 1.5 ടൈം ദ ബേസ്.
ബേസിൻ്റെ ഇത് ബേസ് അല്ലേ, അപ്പം ഐസോസെലസ് ആണെങ്കിൽ എന്താ, ഇത് ബേസ് ആണെങ്കിൽ ഇതും ഒരുപോലെ ആവണം അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും രണ്ട് വശം ഒരുപോലെ ആവണം. അപ്പം എന്താ പറയേണ്ടത്, 1.5 നോക്കണേ, അത് സൈഡ് 1.5 ടൈംസ് ദ ബേസ്, മടങ്ങ്, ടൈം എന്ന് വെച്ചാൽ മടങ്ങ് ടൈം എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ഈ എക്സിൻ്റെ എക്സ് എന്ന് വെച്ചാൽ ബേസിൻ്റെ എന്താ 1.5 1/2 മടങ്ങും കൂടെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ എക്സിൻ്റെ എന്താ 1.5 1/2. ഈ 1/2 എന്നിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാമെന്നറിയോ, ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ, മിശ്ര ഭിന്നം എന്ന് പറയും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റുക എന്ന് വെച്ചാൽ താഴെ കിടക്കുന്ന സംഖ്യ ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടാം അല്ലേ. അപ്പം നമുക്ക് കിട്ടിയ എന്താ എക്സ് അല്ലേ, ഒരിടത്ത് കിട്ടിയത് എക്സ് പിന്നെ 1/2 എന്ന് കിട്ടി. പിന്നെ അടുത്തത് കിട്ടിയത് എന്താ എക്സ് 1/2 എന്ന് കിട്ടി. ഇതാണ് എന്ന് വെച്ചാൽ ഈ ബേസിൻ്റെ 1.5 മടങ്ങും കൂടെ എന്നാണ് കേട്ടോ. പിന്നെ അടുത്ത എത്ര കിട്ടിയ എക്സ്, മനസ്സിലായി. നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 1.5 ഇത്. ഈ 1.5 എന്ത് ചെയ്യുന്നറിയോ നിങ്ങളെ, എക്സ് 1.5 നമ്മൾ എന്ത് ചെയ്തു, ഇത് മിക്സർ ഫ്രാക്ഷൻ ആണ്, ഇതിനെ അങ്ങ് ഇംപ്രോപ്പർ ആക്കി താഴെ കിടക്കുന്ന സംഖ്യ ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്ന കൂട്ടി. അപ്പോൾ എത്ര 3/2 എന്ന് കിട്ടി അല്ലേ. പിന്നെയോ ഇവിടെ അതുപോലെ എന്താ എക്സ് 3/2 എന്ന് കിട്ടി, ഇവിടോ എക്സ് എന്ന് കിട്ടി. പിന്നെ എപ്പോഴും നിങ്ങൾ ഓർത്തോണം, എപ്പോഴും നമ്പറാണ് ഫസ്റ്റ് വരുന്നത്, വേരിയബിൾ ഒരിക്കലും. ഇപ്പം നമ്മൾ എക്സ് 5 എക്സ് 2 എന്ന് പറയുമോ, ഇല്ല. അപ്പം നമ്മളിത് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞതാ, ഒരിക്കലും ഇങ്ങനെ എഴുതി വെക്കരുത്. എന്നാൽ ചോദിക്കും എന്തിനാ ഇത് പറഞ്ഞതെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റുന്നതോ ഈ ബേസിൻ്റെ ആയതുകൊണ്ടാണ് ഈ എക്സ് ആദ്യം കാണിച്ചത്. അപ്പം നമ്മൾ ആദ്യം എന്ത് എഴുതണം, സംഖ്യ എഴുതണം, 3/2x കേട്ടോ, അങ്ങനെ എഴുതാം. അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല, മനസ്സിലായോ. ഈസ്റ്റു അടുത്തതും എന്താണ്, അടുത്തത് എങ്ങനെ എഴുതാം, അതുപോലെ തന്നെ എഴുതാം അല്ലേ, 3/2x ഈസ്റ്റു എക്സ് എന്ന് എഴുതിക്കൂടായോ ഇല്ലയോ. ബേസ് ആ എക്സ് തന്നെയാണ് ഈ എക്സ്, മറ്റേത് രണ്ടിനെ നമ്മൾ ഇംപ്രോപ്പറി വന്നതിനെ ഒന്ന് പ്രോപ്പറിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ കേട്ടോ. മനസ്സിലാക്കി തന്നെ പോകണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ 3/2 എന്നല്ലേ വന്നത് കേട്ടോ, ഇങ്ങനല്ലേ വന്നത്. അപ്പം നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ നോക്കി, ഇതിനും ഉണ്ട് 2 ഇതിനും ഉണ്ട് 2, പക്ഷേ ഇതിന് 2 ഉണ്ടോ നോക്കിയേ, ഇതിന് 2 ഉണ്ടോ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തറിയാം, വെട്ടാൻ പറ്റുന്നതിനൊക്കെ വെട്ടിക്കളയാം കേട്ടോ. ചെയ്യാൻ എളുപ്പ വഴിയാണ് ഇതിനകത്തിൽ, അതായത് കുറച്ചുകൂടി എളുപ്പം പറഞ്ഞാൽ ഇവിടെ നോക്കൂ നിങ്ങളെ, ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്താ അറിയാം, ഈ എക്സും കാരണം 3 എടുത്തും ഉണ്ടല്ലോ, അതങ്ങ് വെട്ടിക്കളഞ്ഞു. എക്സ് ഒരു വട്ടം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വട്ടം, മനസ്സിലാക്കണേ. അപ്പം നമുക്ക് എന്താ വന്നു, 3/2 എന്ന് കിട്ടി. ഇനി നോക്കിയേ, ഇവിടെ എന്തോ ഇല്ല, ഇവിടെ നോക്കിയേ ഡിനോമിനേറ്റർ ഇല്ല അല്ലേ, ഇവിടെ അതായത് അംശം മാത്രമേ ഉള്ളൂ, ഛേദമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ഇത്രയും എണ്ണത്തിനെയും നമ്മൾ എന്ത് ചെയ്യുക, 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. 2 വന്ന് എന്തുകൊണ്ടാണ്, ഇതിന് 2 ഉണ്ട്, ഇതിന് 2 ഉണ്ട്, പക്ഷേ ഇതിന് 2 ഇല്ല കേട്ടോ. അപ്പം എന്ത് ചെയ്താൽ മതി, ഇതിനെയും 2 ആക്കാൻ വേണ്ടി ഇതിനെ വേണേൽ വെട്ടി 2 ഇതിനും കൂടി ഇട്ട് കൊടുത്താൽ ഇത് ഇരട്ടിക്കും, അങ്ങനെയൊക്കെ ഇരട്ടി പണിയുണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിനെയും 2 വച്ച് അങ്ങ് ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ, മനസ്സിലാക്കണേ. അപ്പോൾ 1 × 2 2 അല്ലേ. പിന്നെന്താ ഈ 2 അപ്പോൾ എന്ത് ചെയ്യും, ഈ 2 കട്ടാവും, ഈ 2ഉം കട്ടാവും. ഇവിടെ ഒരു 2 വന്നേ, 2നെ 2 കൊണ്ട്, മനസ്സിലായോ. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും വെച്ച്. ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഭയങ്കര പാടായിട്ട് തോന്നുന്നില്ലേ. അതായത് ഈ ചോദ്യം 1.5 വന്ന് പറഞ്ഞതുകൊണ്ടാണ്, 1.5 ടൈം ബേസിനേക്കാൾ 1.5 മടങ്ങ് വെച്ച് പറഞ്ഞതുകൊണ്ടാണ് ഈ 1.5 വന്നത്. ഈ 1.5 എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചുകൂടി എളുപ്പം ചെയ്യാൻ വേണ്ടിയാണ് 3/2 ഇട്ട് ചെയ്തത് കേട്ടോ. 3/2 എക്സ് എന്ന് വെച്ചാൽ ബേസാണ്, എക്സ് എന്ന് വെച്ചാൽ ബേസാണ്. അപ്പോൾ ഈ എന്താ എക്സിനെ എല്ലാം 3 എടുത്തും വന്നുകൊണ്ടാണ് ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി 3/2 എക്സ് എന്ന് പറയുന്ന ഒന്ന്. ഇനി നമുക്ക് ഈ 2നെ നമുക്ക് നോക്കി, ഇവിടെ 2 ഇല്ല. അപ്പോൾ ഈ 2 2നെയും ക്യാൻസൽ ആക്കാൻ വേണ്ടി നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്, മനസ്സിലായോ. മനസ്സിലാക്കണേ. അപ്പം ഈ 2നെ ഈ 2 പോയി അല്ലേ, ഈ 2നെ ഈ 2 പോയി, 1 × 2 2 എന്നും വരുമെന്ന കേട്ടോ. അപ്പോൾ എങ്ങനെ പറയും, 3:2 എന്ന് ആൻസർ വരും കേട്ടോ. 3:2 എന്ന് ആൻസർ വരും കേട്ടോ. മനസ്സിലാക്കി തന്നെ പോണേ കേട്ടോ.
അപ്പോൾ ഇത് നോക്കിയേ, നമുക്ക് കിട്ടിയ റേഷ്യോ 3:3:2 എന്നാണ്. 3, 3, 6, 6, 2, 8 നമുക്ക് കിട്ടിയത് സെൻറ്റിമീറ്റർ. ഇത് നല്ലപോലെ മനസ്സിലാക്കണം. ഇത് ഇച്ചിരി സമയം എടുത്ത് തന്നെ നിങ്ങൾ ചെയ്യണം. ഇതെങ്ങനെ എവിടെ ക്യാൻസലായി പോയി, എന്തുകൊണ്ടാണ് ഈ 3/2 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ ഈ 1.5 എന്ന് പറയുന്നതിനെ ഇംപ്രോപ്പറിലോട്ട് കേട്ടോ, മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നം എന്നൊക്കെ പറയാം, അതിലോട്ടൊക്കെ മാറ്റിയതാണ്. അപ്പം എക്സ് എന്ന് പറയുന്നതിന് ഡിനോമിനേറ്റർ ഇല്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അതിന് ഒരു ഡിനോമിനേറ്റർ 2 എന്ന് പറയുന്നത് നമ്മൾ ഇട്ട് കൊടുത്താൽ കേട്ടോ, 2 ഇട്ട് കൊടുത്താൽ എങ്ങനെ കിട്ടുമെന്നാണ് കേട്ടോ. ഇവിടെ ഇല്ലല്ലോ, നമ്മൾ അഡീഷണൽ അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ 1 × 2 ഇതിനും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇത് രണ്ടും അപ്പോൾ ക്യാൻസൽ ആയെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 3:3:2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തോ കിട്ടി, നമ്മൾ പറഞ്ഞ രീതി തന്നെ ബേസ് എത്ര കൊടുക്കും, ബേസ് നമുക്ക് തന്നിട്ടുണ്ട് 13 സെൻറ്റിമീറ്റർ അല്ലേ. നമുക്ക് ക്വസ്റ്റ്യനിൽ 13 സെൻറ്റിമീറ്റർ, ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് 13 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക, ബേസ് അല്ലേ 13 എടുക്കുക. പിന്നെ റേഷ്യോ എത്രയൊക്കെയാണ് എടുത്തേക്കുന്നത്, 3, 3, 3, 2 അല്ലേ, അങ്ങനെയല്ലേ എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ബേസ് ഫസ്റ്റ് കൊടുത്താലും മതി കേട്ടോ. ബേസ് എത്ര ആയിരുന്നു, 2. അതായത് ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ കുഞ്ഞുങ്ങളെ. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് 2 ആണ്, പിന്നെ ബാക്കി 2 സൈഡും ഒരുപോലെയും വരണം, അതല്ലേ ഐസോസെലസ്. മനസ്സിലായോ, ഐസോസെലസ്. ഇതിനെ നമ്മൾ എക്സ് എങ്ങനെ എഴുതിയാലും മതി, കിട്ടും കേട്ടോ. അപ്പോൾ 2:, എങ്ങനെ വരണം, എവിടെ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. 2:3:3 എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പം 2:3, 3, 2, 5, 5, 3, 8. അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ രീതി ചെയ്ത പോലെ എന്ത് ചെയ്യുക, ഇവിടുന്ന് കോമ്പസ് എടുക്കുക. ഇത് നിങ്ങൾ ചെയ്യുമോ എന്ന് എനിക്കങ്ങ് ടെൻഷൻ കേട്ടോ. പഠിപ്പിക്കുമ്പം എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാന്ന് വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലായി കാണുമോ എന്നൊരു ടെൻഷനുണ്ടോ നിങ്ങൾ. ഏത് കണക്കും പഠിപ്പിക്കുമ്പം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവർക്കത് മനസ്സിലായി കാണുമോ. ഇതിപ്പോൾ ഈ ഇംപ്രോപ്പറി വന്നതുകൊണ്ടൊക്കെ ഇതുവരെ ചെയ്ത രീതിയേ അല്ല ഇനിയും വന്നത്. കാരണം ആ ക്വസ്റ്റ്യൻ അതുപോലൊരു എങ്ങാണ്ട് കിടന്നൊരു പീട്ട് ക്വസ്റ്റ്യൻ ഇല്ലേ, സത്യം പറഞ്ഞാൽ അതാ. ഈ നിങ്ങൾക്കൊക്കെ ഈ 1.5 ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു അല്ലേ. അല്ലാതെ ഒരു നമ്പർ തന്നായിരുന്നെങ്കിൽ കറക്റ്റായിനി. ഇതിപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ ഈ പഠിപ്പിച്ചിട്ട് എനിക്കത് എന്തെങ്കിലും പോരായ്ക ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര വിഷമം. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇതൊക്കെ അപ്പം നിങ്ങളതൊന്ന് ചെയ്ത് തന്നെ അങ്ങ് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടി. നമ്മൾ എന്തോ എടുത്തു, എത്രയൊക്കെ എടുത്ത് 2:3:3 എന്നുള്ള റേഷ്യോ. അപ്പോൾ ഇവിടെയും 2:3:3 എന്നുള്ളതാണ് അല്ലേ. നമ്മളോട് നമുക്ക് എന്താ വരേണ്ടത്, ഐസോസെലസ് ആണ് വരേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു വശം എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു വശം 2 ആയിരിക്കണം, ബാക്കി 2 വശം 3. അപ്പം നമുക്ക് ഇതെടുക്കാം കുഞ്ഞുങ്ങളെ. നോക്കിയേ, ഈ ഒരു വശം 2 ആണ്. ഓക്കെ, ഇവിടുന്ന് ഇവിടെ വരെ 2 ആണ്. അപ്പോൾ ബാക്കി 3 വരച്ചാൽ മതിയല്ലോ. അപ്പം നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുക, അതുകൊണ്ട് ഇവിടുന്ന് ഇത് ഇത്രയും 3 ആണല്ലോ. അപ്പം നമ്മൾ ഇവിടെ കുത്തിയിട്ട് 3, ഇവിടെ കുത്തിയിട്ട് 3. എന്നിട്ട് ഇത് എവിടെ വരുന്നോ അത് ഇത്ര ആയിരിക്കും. നോക്കിയേ, ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഇതും 3 സെൻറ്റിമീറ്റർ, ഇതും 3 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത്രയും വരയ്ക്കാനാണ്. പക്ഷേ എനിക്ക് ഡൗട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു അല്ലേ, ബേസ് ഫസ്റ്റ് എഴുതിയാലും മതി കേട്ടോ. ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്നുള്ളത് നമുക്ക് 1 എന്ന് കൊടുക്കാം. 1:, എന്താ ഇതിൻ്റെ ഇരട്ടി വെച്ച് ചെയ്താലും മതി കുഞ്ഞുങ്ങളെ. എനിക്കൊന്ന് കുറച്ചുകൂടെ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് 1.5 എന്ന് വന്നല്ലോ. ഈ 1.5 എത്ര എക്സ് എന്ന് വന്നില്ലേ കുഞ്ഞുങ്ങളെ, ഇല്ലേ, അങ്ങനെയല്ലേ വന്നത്. അപ്പം കുറച്ചുകൂടെ പറയാമെങ്കിൽ x:1.5:1.5 എന്നാണ്. നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇതെടുത്തോണേ. ഇതാണ് നമുക്ക് കിട്ടിയത്. എക്സ് എന്ന് വെച്ചാൽ ബേസാണ്, അതിൻ്റെ 1.5 മടങ്ങ് എന്നല്ലേ. ഈ എക്സിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് എന്താ, എക്സ് എന്ന് വെച്ചാൽ 1 ആണ്. വേരിയബിളിൻ്റെ വില എപ്പോഴും 1 ആണ് അല്ലേ. 1ൻ്റെ ഇരട്ടി എത്ര കുഞ്ഞുങ്ങളെ, 2 ആണല്ലോ. എക്സ് എന്ന് വെച്ചാൽ അവിടെ 1 എന്നാണ്. 1 എന്നുള്ളതിൻ്റെ അർത്ഥം എപ്പോഴും ഓർത്തോണേ, വേരിയബിളിൻ്റെ വില 1 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇരട്ടി 1ൻ്റെ ഇരട്ടി 2 1.5യുടെ ഇരട്ടി എത്ര, 1.5 × 1.5 1.1 3 വീണ്ടും 1.5യുടെ ഇരട്ടി 3. ആ ഡൗട്ട് അങ്ങ് മാറും. 2:3
3:3 ഇങ്ങനെയും ചെയ്യാം. ഇത്രയും വാരി വലിച്ച് ചെയ്യാൻ അറിയാം. ഇപ്പോൾ വിചാരിക്കും ഇത് മതിയല്ലോ, ഇതെന്തിനാണെന്നല്ലേ. അപ്പോൾ ഇത് ബേസിൻ്റെ 1.5 മടങ്ങെന്ന് കാണിച്ച് വെച്ച് ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തേ വെക്കൂ. അപ്പോൾ ഒട്ടും മനസ്സിലാവാത്തവർക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഈ 2 വന്നതിൽ ഡൗട്ട് വിചാരിക്കേണ്ട. വേരിയബിളിൻ്റെ വില എപ്പോഴും 1 ആണ് അല്ലേ. ആ 1ൻ്റെ ഇരട്ടി എത്ര? 2 കേട്ടോ. അങ്ങനെ ചെയ്യാം. ഡൗട്ട് അങ്ങ് മാറുന്നില്ല. അറിയത്തില്ല ഇന്നൊന്നും പറയണ്ട. ഓക്കെ ആണല്ലോ അത്രയും. അതിനകത്തിൽ ഒരെണ്ണവും കൂടെ ഉണ്ട്, അതുകൂടെ നമുക്കങ്ങ് ചെയ്യാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കണക്ക് നോക്കുന്നു. പ്രൂവ് ദാറ്റ് ഇൻ എനി ട്രെപ്പീസിയം. ഓക്കെ, ട്രെപ്പീസിയം നമ്മൾ ട്രയാങ്കിൾ പഠിച്ചു, റെക്റ്റാങ്കിൾ പഠിച്ചു, അതിനകത്തിലെ ഐസോസെലസ്, ഇക്വലേറ്റർ, ഇതിനകത്ത് തന്നെ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതാണ്ട് വന്നിരിക്കുന്നത് ട്രെപ്പീസിയം അല്ലേ. ദ ഡയഗണൽ കട്ട് ഈച്ച് അതർ ഇൻ ദ സെയിം റേഷ്യോയിൽ. പ്രൂവ് ദാറ്റ്, പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ചോദ്യം മനസ്സിലാക്കണേ നിങ്ങൾ. എന്താണ് ഈ ട്രെപ്പീസിയം എന്ന് നമുക്ക് ആദ്യം അത് പഠിക്കണ്ടേ. എന്താ ട്രെപ്പീസിയം? അതായത് നമ്മളിപ്പോൾ നോക്കണേ, ഇതാണ്ട് ഇവിടെ രണ്ടും എന്താ ചരിഞ്ഞായിരിക്കും. 2 വശം ഇവിടെയും ഇവിടെയും ചരിഞ്ഞ. കാരണം ഇത് രണ്ടും കൂടെ ചെന്ന് എവിടെയും ചെന്ന് മുട്ടും കേട്ടോ. മനസ്സിലായോ? എന്നാൽ ഇത് ഇവിടുത്തെ വശവും പാരലായിരിക്കും. പാരലൽ ലൈൻ നമ്മൾ അല്ലേ പഠിച്ചിട്ടില്ലേ. ഈ താഴത്തെ ഈ വരയും എന്താ നിങ്ങളെ പാരലായിരിക്കും. മനസ്സിലാക്കണേ. പക്ഷേ ഈ 2 വരകളുണ്ടല്ലോ, ഈ സൈഡിലെ 2 നോക്കിയേ, അതങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. എവിടെങ്കിലും ചെന്ന് അവർ കേട്ടോ ഇങ്ങനെ പോയി മുട്ടും കേട്ടോ. ഇങ്ങനെ വരയ്ക്കുന്നതാണ് ട്രെപ്പീസിയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ഈ ട്രെപ്പീസിയത്തിന് ABCD എന്നൊരു പേര് കൊടുക്കാം. മനസ്സിലാക്കണേ. ABCD എന്നൊരു പേര് കൊടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? ഇൻ ദ ഫിഗർ ഇവിടെ നമുക്ക് കൊടുക്കാം അല്ലേ. ഇവിടുത്തെ ഫിഗർ ABCD എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? ഒരു ട്രെപ്പീസിയം ആണ് പറഞ്ഞു അല്ലേ. ട്രെപ്പീസിയം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ഇവിടെ സാമാന്തരികമായിട്ട് വരുന്നത്, സമാന്തരമായിട്ട് വരുന്നത്. നോക്കി, ഇതിന് സമാന്തരമാണ് ഇത് അല്ലേ. നമ്മളൊക്കെ എങ്ങനെ പേരിടാം? ABക്ക് അവിടെ പാരൽ. ഈ വലിയ 2 വര ഉണ്ടോ, പാരലാണ്. അതായത് ഇതുപോലെ ഒരു വരയാണ് ഇത് അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? CD അല്ലേ. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ABക്ക് CD ഫസ്റ്റ് ഏതാ? നമ്മൾ എയിലല്ലേ തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടായതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പറയണം. അപ്പം DC എന്ന് പറയാം കേട്ടോ. ABക്ക് പാരലാണ് DC. കാരണം ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് തുടങ്ങിയില്ലേ AB. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് DC. മനസ്സിലായോ നിങ്ങളെ? ഇനി ഇതിനകത്തിലെ ഒരു ഡയഗണൽ. ഈ ഡയഗണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിലേ ഇങ്ങനെ ഇതിനകത്ത് കൂടെ, അതായത് കോണോട് കോണടി ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് ഡയഗണൽ എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ നിങ്ങളെ. അകത്തൂടെ ഇങ്ങനെ നോക്കി, ഇതിനകത്തിലെ 2 ഡയഗണൽ കണ്ടോ. ഒന്ന് അവിടെ ഇങ്ങോട്ടും ഒന്ന് ഇവിടെ ഇങ്ങോട്ടും വരയ്ക്കുന്നത് ഡയഗണൽ അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പറയാം? ദി ഡയഗണൽസ് ഏതൊക്കെയാ? AC ആരൊക്കെയാ? AC ആൻഡ് വേറെ ആരാ? BD അല്ലേ. DB അല്ല, BD അല്ലേ. BD ഇൻ്റർസെക്റ്റ് ചെയ്ത ഒരു പോയിൻ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. എവിടെ വെച്ചാൽ ഇതിനൊരു പേര് കൊടുക്കാം. ഇത് 2 പേരും കൂടെ കൂട്ടിമുട്ടുന്നൊരു പേര് നമുക്ക് പേര് കൊടുക്കാം. P എന്ന് കൊടുക്കാം. ഇൻ്റർസെക്റ്റ് അറ്റ് P. മനസ്സിലാക്കി തന്നെ പോണേ കേട്ടോ. അതായത് പാരലൽ ലൈൻസ് എന്ന് വെച്ചാൽ ഇവർ തങ്ങളിൽ ഒരു കാരണവശാലും എങ്ങും ചെന്ന് കൂട്ടിമുട്ടുന്നില്ല. ആരൊക്കെ തങ്ങളിൽ? ABയും DCയും. ഓക്കെ ആണല്ലോ. ഇനി അതാ ഫസ്റ്റ് ആദ്യമേ പറയുന്നു ABCD എന്ന് പറയുന്നത് ഒരു ട്രെപ്പീസിയമാണ്. ഒന്നാമത് പറഞ്ഞു. 2 ABയും DCയും എന്താണ്? പാരലലാണ്. ഓക്കെ. 3 ഇതിനകത്ത് ഞങ്ങൾ AC എന്ന് പറയുന്നതും BD എന്ന് പറയുന്നതും എന്ത് ചെയ്യുന്നു? ഒരു 2 ഡയഗണൽ നമ്മൾ വരച്ചു. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന അല്ലെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ P എന്ന പോയിന്റിൽ. ഓക്കെ ആണോ നിങ്ങളെ? ഇനി നമുക്ക് പറയാം എന്താ? അങ്ങനെയാണെങ്കിൽ എന്താ? P കണ്ടോ, ഈ P കണ്ടല്ലോ. അപ്പോൾ ഇതിലെ നമ്മളവിടെ ഇങ്ങോട്ട് ഞാൻ ഒരു ഡോട്ട് വരച്ചെന്ന് വെച്ചോ കേട്ടോ. ഇതിന് ഞാൻ Q എന്ന പേര് കൊടുത്തു. അതല്ലെങ്കിൽ മൊത്തത്തിൽ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഞാൻ ഒരെണ്ണത്തിൽ കാണിക്കാം. ഞാൻ ഈ Pയിൽ നിന്ന് ഇങ്ങോട്ട് Q. അപ്പം നമുക്ക് അതിനെ എങ്ങനെ പറയാം? PQന് പാരലാണ് ആരെന്ന് പറയാം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ മൊത്തത്തിലൊരു വര കൊടുക്കാം. SQ എന്ന് കൊടുക്കാം. മനസ്സിലായോ? ഇതിന് മൊത്തത്തിൽ ഈ നടുക്കൂടെ ഞാൻ ഇങ്ങനെ ഒരു വര കൊടുക്കുക. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ SQന് ആരാണ്? പാരലാണ് അല്ലേ. ഇങ്ങനെ കൊടുക്കുക. പാരൽ ടു ആരാണ്? ഇതേ പാരലാണ് ആരൊക്കെയാ? ഈ DCയും ABയും അല്ലേ. ആരൊക്കെയാ? DCയും ABയും. മനസ്സിലായി പോണേ കുഞ്ഞുങ്ങളെ കേട്ടോ.
എന്തുകൊണ്ടാണ് അത്? കാരണം ഇതിൻ്റെ മിഡ് പോയിന്റിൽ വന്നിട്ട് നേരെ വരച്ചതാ. എന്നിട്ട് ഇത് നേരെ, ഇത് നേരെ. അപ്പം എസ് ക്യൂ പേര് എന്ത് വേണമെങ്കിലും കൊടുത്തോ, എന്ത് വേണമെങ്കിലും. അപ്പം എസ് ക്യൂവിന് പാരലാണ് എ ബിയും ഡി സിയും, അതുപോലെ ഡി സിക്ക് പാരലാണ് എസ് ക്യൂവും എ ബിയും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ട്രയാങ്കിൾ എ ബി സി. ഏതാ? എ ബി സി പ്രൂവ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞതാ. ഇങ്ങനെ ഒരു ട്രയാങ്കിളിനെ, ഇത് 10ൻ്റെ CBSEയുടെ കണക്ക സത്യം പറഞ്ഞാൽ ഇത് കേട്ടോ, പ്രൂവ് ചെയ്തെല്ലാം കാണിക്കാൻ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഞാൻ കളറൊന്നും കൊടുക്കണ്ടല്ലോ. അതുകൊണ്ട് ഈ ഒരു ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ എങ്ങനെ പറയാം? പി എ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പി എ, ഇതെന്താ? പി സി. പി എ ബൈ പി സി. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും അതുപോലെയാണ് ഏത് കൊടുത്തേക്കുന്നത്? വേണ്ടേ? ഇവിടുന്ന് ബി ക്യൂ, അതുപോലെ തന്നെ സി ക്യൂ ആണല്ലോ. എന്താണ്? ഇവിടുന്ന് ഇതിന് ഈക്വലാണ്. ഇതിങ്ങനെ വന്നില്ലേ? അതുപോലെ തണ്ട് ഇവിടെ ഇത് ഇങ്ങനെ വന്നില്ലേ? അതുപോലെ തണ്ട് ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എ ബി സിയിൽ എങ്ങനെ പറയാം നിങ്ങളെ? എങ്ങനെ പറയാം? ബി ക്യൂവിന് ഈക്വലാണ് സി ക്യൂ എന്ന് പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? നമ്മളൊരു തിയറം പഠിച്ചായിരുന്നു. എന്താണെന്നറിയാം? ഈ തിയറം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 3 or more പാരലൽ ഓർമ്മയുണ്ടോ? ആദ്യം പഠിച്ചത് പാരലൽ ലൈൻസ് കട്ട് എനി ടു ലൈൻ ഇൻ ദ സെയിം റേഷ്യോ ആണ്. ഓർമ്മയുണ്ടോ? സെയിം റേഷ്യോ ആണ്. ഓർമ്മയുണ്ടോ? മനസ്സിലാക്കണമെന്നില്ല. അപ്പം നമുക്ക് വേറെ എങ്ങനെ എഴുതാൻ പറ്റും? അതുപോലെ തന്നെയാണ് പി ബി കണ്ടേ? പി ബിയും ആരാ? പി ഡിയും ബൈ പി ഡി ഈക്വലാണ് ആരാ? ബി ക്യൂവും ആരാ? സി ക്യൂവും. മനസ്സിലാക്കണം. ഇങ്ങനെ ഒരുപാട് നമുക്ക് ഇതിനകത്തിൽ പ്രൂവ് ചെയ്യാനുണ്ട്. നിങ്ങൾ ഇത്രയൊക്കെ എഴുതിയാൽ മതി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ മതി, മനസ്സിലാക്കിയാൽ മതി. നിങ്ങളെ ഈ തിയറം നമ്മൾ ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ പഠിച്ചതുണ്ട് ഇങ്ങനെ. ഓർമ്മയുണ്ടോ? ഫസ്റ്റിൽ പഠിച്ചത് ഇങ്ങനൊരു ലൈനെ അല്ലേ? അതുപോലെയല്ലേ ഈ കൊടുത്തേക്കുന്ന 1, 2, 3. അതിനെ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ കട്ട് ചെയ്താൽ, ഓർമ്മയുണ്ടോ? അതാണ് ഈ തിയറം പറഞ്ഞിരിക്കുന്നത്. 3 or more ലൈനെ കട്ട് എനി ടു ലൈൻ. ഇനി ഇനി നമ്മൾ ഇവിടുന്ന് ഒന്നുകൂടെ 2 ലൈൻ കട്ട് 2 ലൈന് ദ സെയിം റേഷ്യോ ആയിരിക്കും. മനസ്സിലായി? ഇവിടുന്ന് ഇവിടെ വരെ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇവിടുന്ന് ഇവിടെ വരെ. ഇവിടുന്ന് ഇവിടെ വരെ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇവിടുന്ന് ഇവിടെ വരെ. ഓർമ്മയുണ്ടോ അത് പഠിച്ചത്? ആ റേഷ്യോ ഈ തിയറം വെച്ചാണ് ഈ കണക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ നല്ലപോലെ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ട്രയാങ്കിൾ ഡിവിഷനെ കുറിച്ച് അടുത്ത പാർട്ടി പഠിക്കാം. ഓക്കെ നിങ്ങളെ താങ്ക്